24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്റെ അമൃതവേള ധ്യാന സമയത്ത് വരാഹി ദേവി മനസ്സിൽ വരികയും ചില കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ പോകുന്നത്. ഒരു പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ പോകുന്ന ഈ ഒരു കാര്യം ഞാൻ പറയാനും നിങ്ങൾ ഇത് കേൾക്കുവാനും ഇടയായത് സാക്ഷാൽ വരാഹി ദേവി നിമിത്തമാണ്. ഭഗവതിയാണ് എന്നെ കൊണ്ട് ഇത് ഇവിടെ പറയിച്ചത്. വരാഹി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ പോകുന്നതിന് നമ്മുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്നത് ഭഗവതി നിമിത്തമായിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ വലിയ സൗഭാഗ്യങ്ങൾ വരാഹി ദേവി അനുഗ്രഹത്താൽ വന്നു ചേരുവാൻ പോവുകയാണ്. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം അതിശക്തയായ ഉഗ്രരൂപിണിയായ വരാഹി രൂപം കൈകൊണ്ട് ആദിപരാശക്തിയാണ് വരാഹി ദേവി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും ഏത് ദുഃഖത്തെയും എത്ര വലിയ സങ്കടത്തെയും ഒരു നിമിഷം കൊണ്ട് തന്നെ തൽക്ഷണം കൊണ്ട് തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ദേവിയാണ് വരാഹി ദേവി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടം വരാഹി ദേവിയോട് പറയാനുണ്ടെങ്കിൽ പൂജയോ വഴിപാടോ ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ വരാഹി ദേവിയോട്, അമ്മേ വരാഹി ഭഗവതി, എന്റെ ഈ സങ്കടം അല്ലെങ്കിൽ എന്റെ ഈ ഒരു കാര്യം അമ്മയൊന്ന് മാറ്റി തരണേ അല്ലെങ്കിൽ നടത്തി തരണേ എന്ന് ഇപ്പോൾ ഇതാ ഈ ഒരു നിമിഷം തന്നെ ഞാനിത് പറഞ്ഞുകൊള്ളുന്നു. ഈ ഒരു നിമിഷം തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. വരാഹി ദേവിയെ പ്രാർത്ഥിക്കൂ. വിളക്ക് കത്തിക്കേണ്ട, മന്ത്രങ്ങളോ മറ്റ് ജപങ്ങളോ ഒന്നും ചൊല്ലേണ്ട, വഴിപാടുകളൊന്നും ചെയ്യേണ്ട. ദാ ഈ ഒരു മുഹൂർത്തത്തിൽ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ വരാഹി ദേവിയോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കൂ. അച്ചിട്ടായിട്ട് ഞാൻ ഈ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ എന്ത് കാര്യം വരാഹി ദേവിയോട് കേൾപ്പിക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾ പറയുന്നു, അത് ഏത് പാതിരാത്രി ആയാലും നിങ്ങൾക്ക് അത് കേൾക്കുന്ന നിമിഷം തന്നെ ദേവി അത് നിങ്ങൾക്ക് ഭഗവതി നടത്തി തരും. എത്ര വലിയ സങ്കടമായാലും എത്ര വലിയ വിഘ്നമായാലും എത്ര വലിയ കാര്യമായാലും ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി ഭഗവതിയോട് പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതി അത് പ്രാവർത്തികമാക്കി തരും എന്നാണ്. കഠിനമായ പൂജയോ അല്ലെങ്കിൽ വ്രതമോ നിഷ്ഠകളോ ഒന്നും തന്നെ വേണ്ട. ദേവിയാണ് വരാഹി ദേവി എന്ന് പറയുന്നത്. മനസ്സിൽ കളങ്കമില്ലാതെ കലർപ്പില്ലാതെ ശുദ്ധമായ ഭക്തിയോടുകൂടി ഭഗവതിയെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഭഗവതി നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരും. ഇത് തീർച്ചയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശക്തിയാർന്ന ഒരു വരാഹി മന്ത്രമാണ്. രണ്ടാമത്തേത് വരാഹി വിളക്കിനെ പറ്റിയാണ്. പഞ്ചമി നാളിൽ വീട്ടിൽ തെളിയിക്കേണ്ട വരാഹി വിളക്കിനെ പറ്റി ഈ രണ്ടു കാര്യങ്ങളാണ് തുടർന്ന് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കാം, വരാഹി ദേവി പ്രാർത്ഥിക്കാൻ ഒരുപാട് മന്ത്രങ്ങളുണ്ട് കേട്ടോ. വലിയ മന്ത്രങ്ങൾ, വലിയ ശ്ലോകങ്ങൾ, ഇതൊക്കെ വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ലളിതമായി ഏതൊരു സാധാരണക്കാരനും, അതായത് വിളക്ക് വെച്ച് തൊഴുന്ന ഒരുപാട് മന്ത്രങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെ അറിവില്ലാത്ത ഒരു സാധാരണ വ്യക്തിക്ക് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും ശക്തിയുള്ള മന്ത്രം ഏതാ? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. വേറെ ഒന്നും വേണ്ട, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനമായി ഇരിക്കുക. ആ സമയത്ത് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപത്തിലോ ഒരു പ്രശ്നത്തിലോ പെട്ടിരിക്കുന്ന സമയത്ത് മനസ്സൊന്ന് ഏകാഗ്രമാക്കി വരാഹി ദേവിയുടെ ഈ ഒരു രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലുക. മന്ത്രം ഇങ്ങനെയാണ്: ഹേ വരാഹിയേ നമഃ. വേറെ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ഹേ വരാഹിയേ നമഃ എന്ന് ചൊല്ലുക. ഒരു 3 തവണയൊക്കെ ചൊല്ലുക. ഹേ വരാഹിയേ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് മനസ്സിൽ എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ ഭഗവതിയോട് പറയാനുള്ളത് അത് പറയുക. ചിലപ്പോൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ പരിഹാരം കിട്ടും. ചിലപ്പോൾ അന്ന് രാത്രി തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും. അത്രയും ഉഗ്രശക്തിയുള്ള ഏറ്റവും ക്ഷിപ്രപ്രസാദിനിയാണ് ആ ദേവിമാരിൽ ഏറ്റവും ക്ഷിപ്രപ്രസാദിനി. അതിനെയാണ് വരാഹി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ലളിതമായ മന്ത്രം
ഹേ വരാഹി നമഃ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. മനസ്സിലുള്ള കാര്യം ദേവിയോട് പറയുക എന്നുള്ളതാണ്. ഇതാണ് വരാഹി മന്ത്രത്തെ പറ്റിയുള്ള രഹസ്യം നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് വരാഹി വിളക്കിനെ പറ്റിയാണ്. കാര്യസിദ്ധിക്ക്, ജീവിത വിജയത്തിന്, ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ നമ്മൾ തെളിയിക്കേണ്ട ഒരു വിളക്കാണ് വരാഹി വിളക്ക് എന്ന് പറയുന്നത്. ഇത് ദിവസവും തെളിയിക്കുന്നതല്ല കേട്ടോ. എല്ലാ മാസവും പഞ്ചമി തിഥി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു പഞ്ചമി തിഥി വരുന്നത് നോക്കി ആ ഒരു പഞ്ചമി തിഥിയിൽ തെളിയിക്കേണ്ടതാണ് വരാഹി വിളക്ക് എന്നാണ് പറയുന്നത്. പഞ്ചമി നാൾ എന്നാണ് വരുന്നത് കലണ്ടറിൽ നോക്കുക. ആ ദിവസം സന്ധ്യയ്ക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ വരാഹി വിളക്ക് തെളിയിക്കുക. ആ കുടുംബത്തിന്റെ, ആ വീടിന്റെ തലവര തന്നെ മാറുന്നതാണ്. ഒരൊറ്റ തവണ തെളിയിച്ചവർക്ക് പോലും, വരാഹി വിളക്ക് ഒരു ദിവസം കത്തിച്ചവർക്ക് പോലും അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്ന് ഞാൻ കാണുവാനിടയായിട്ടുമുണ്ട്. അപ്പോൾ നിത്യവും വരാഹി വിളക്ക് കത്തിക്കുന്നവരുടെ കാര്യം പറയാനുണ്ടല്ലോ. പല രീതിയിൽ വരാഹി വിളക്ക് കത്തിക്കാൻ പറ്റും. പല രീതിയിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രീതികളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട രീതി ഞാനൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതി നിങ്ങളോട് പറയാൻ പോകുന്നത്, അതായത് വരാഹി വിളക്ക് തെളിയിക്കുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യൂ. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും വന്നു ചേരുന്നതാണ്. വീട്ടിൽ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ പഞ്ചമി ദിവസം നിങ്ങൾ ഇത് ചെയ്യാം. പഞ്ചമി ചെയ്യുന്നതിനായിരിക്കും ഏറ്റവും നല്ലത്. പഞ്ചമി കാത്തിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അല്ല എന്തെങ്കിലും അർജന്റ് ഉണ്ട്, നിങ്ങൾക്ക് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാം എന്ന് തോന്നിയാൽ വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ്. അല്പ പഞ്ചമി നാളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു പാത്രം എടുക്കുക. നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് അരി, അത് പച്ചരി ആവുന്നത് ഏറ്റവും നല്ലത്. പച്ചരി തട്ടിയിടുക. ഇട്ടതിനു ശേഷം ആ പച്ചരിയുടെ നടുക്കായിട്ട് ഒരു തേങ്ങ വെച്ച് 2 മുറിയാക്കി വച്ച്, ഒരു തേങ്ങ ഉടച്ച് 2 മുറിയാക്കി ആ 2 തേങ്ങാമുറി മലർത്തി വെക്കുക. വെച്ചതിന് ശേഷം ആ 2 തേങ്ങാമുറിയിലേക്കും എണ്ണ ഒഴിക്കുക. എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ട് അതിലേക്ക് 2 ഉണ്ട തിരികൾ ഇടുക. ഉണ്ടത്തിരിയായിട്ട് ആ പച്ചരിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ആ നാളികേര ദീപത്തിന് തിരി കൊളുത്തുക. തിരി കൊളുത്തിയിട്ട് നിലവിളക്കിന്റെ മുന്നിലായിട്ട്, അല്ലെങ്കിൽ വരാഹി ചിത്രം പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ ആ വരാഹി ചിത്രത്തിന്റെ മുന്നിലായിട്ട് കൊണ്ടുപോയി വെക്കുക. വെച്ച് തിരി കൊളുത്തുക. തിരി തെളിയിച്ച് കുറച്ച് പൂക്കൾ ആ ഒരു വിളക്കിന്റെ ചുവട്ടിലിട്ട് ആ ഒരു അരിയുടെ മുകളിലായിട്ട് ഭദ്രമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുക. അർപ്പിച്ചുകൊണ്ട് 2 കൈകളും കൂപ്പിക്കൊണ്ട് ദാ ഈ മന്ത്രം ചൊല്ലുക. ഓം ശ്രീം ഭൂതേ വാം ഛാം രാം. ഓം ശ്രീം ഭൂതേ വാം ഛാം രാം മഹാവജ്ര വരാഹി അത്യുഗ്ര ദണ്ഡനാഥേ ത്രിപാദ സ്വരൂപിണി ഹരാം സ്വാഹ. ഈ ഒരു മന്ത്രം ചൊല്ലുക. ഇത് നിങ്ങൾ 3 തവണ ചൊല്ലുക. ഇത് എഴുതിയെടുത്തു വെക്കുകയോ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഈ വരാഹി വിളക്ക് തെളിയിച്ച് അതിന്റെ മുന്നിൽ നിന്ന് ഈ മന്ത്രം 3 തവണ ചൊല്ലുക. എന്തൊക്കെ നിങ്ങൾക്ക് ഭഗവതിയോട് പറയാനുണ്ടോ അതൊക്കെ പറയുക. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരെയും കാര്യം പറഞ്ഞ് ഭഗവതിയോട് പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അത്രയും ശക്തിയുള്ള കാര്യമാണ് ഈ ഒരു വരാഹി വിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ഈ ഒരു അധ്യായം ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിലും എന്റെ അമൃതവേള ധ്യാനത്തിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.